കുഞ്ഞപ്പോ പണിയൊക്കെ എടുക്കാൻ തുടങ്ങിയല്ലോ. ഇല്ല അവിടെ ആരൊക്കെ വർത്താനം കേൾക്കുന്നുണ്ട്. ഞാൻ മെല്ലോണ്ട് പോകുന്നതാണ്. എന്നാ വെറുതെ അല്ല ഒച്ചപ്പാട്. ഞാൻ പണിയെടുക്കാൻ നിൽക്കുന്നു. ചാകരിയാണ് കട്ടിക്കാനൊന്നും ചായരില്ല. ശരിയാ. പിന്നെ എല്ലടാ ഇന്നലെ എന്താ ഓടിയിരുന്ന് എവിടക്ക പോയിരുന്ന്? മാറ്റി പിടിച്ചിട്ടല്ലേ ഇന്നലെ കണ്ട. ഞാന് നേരെ മേടിച്ച് മണ്ടിയതാണ്. കല്യാണം ഉണ്ടായിരുന്നടാ. അമ്മായില്ലേ, അമ്മായിന്റെ മോള് സീരത്തില്ലേ, സീരത്തിന്റെ മോളെ കുട്ടീന്റെ കല്യാണം ആയിരുന്നു. അങ്ങോട്ട് പോയതായിരുന്നു. അങ്ങോട്ട് പോയതാ? ഇജ്ജല്ലടാ പറഞ്ഞ അന്നെ പറ്റിട്ട് എന്തൊക്കെ പറഞ്ഞു. അങ്ങോട്ട് പോവില്ല തെറ്റാണെന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നു. ഇജ്ജല്ല ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതെന്താ ഒരു ദിവസം ഞാൻ ചെന്നിട്ടാ, ഞാൻ ഓരോടൊക്കെ ചെന്നപ്പോ ഈ സീനത്തിന്റെ മോള് ഉണ്ടല്ലോ, ഓള് ഇന്റെ താഴെയാണ്. പക്ഷെ ഓളെ കല്യാണം കഴിഞ്ഞ് വലിയ പെണ്ണുണ്ട്. ആ പെണ്ണുണ്ട് മോനെ നമ്മളൊക്കെ കാൽമക്കാരൊക്കെ കയറ്റിന്നുണ്ടെങ്കിൽ ചീത്ത അറിയില്ലേ? പെണ്ണുണ്ട് കാൽമക്കാരൊക്കെ ഒരു തലേന് മുണ്ടൂടാതെ ഇങ്ങനെ ഫോണിങ്ങനെ തോണ്ടി നോക്കണട്ടാ. ഞാൻ ചോദിച്ചു എന്താടി എനിക്കൊരു മൂപ്പളമല്ലാതെ, എന്റെ മാമ വന്നിട്ട് എനിക്കൊരു മൂപ്പളമല്ലാതെ എന്താണ് തലയിൽ മുണ്ടടി എന്തോ ഒന്ന് ചീത്ത അറിയും ഒന്ന് കൊടുത്ത് അങ്ങനെ അടിക്കാൻ തോന്നിട്ടാ. അതിന് പെണ്ണു എടുത്തേക്ക് എന്റെ നേരക്കാരുണ്ട്. എന്താണ്ട് അനക്ക് ചാരോടാ അത് ചോദിക്കാന്? ഇജിന്റെ വാപ്പിമ്മയാണോടെ ചോദിക്കാന്? ഞാൻ ഫോണിൽ കളിക്കൂ മുണ്ടോടാതിരിക്കൂ. ഇജ് പോണ മണ്ട, ഇജ് ആദ്യം എന്റെ കാര്യം നോക്കടാ. ഇങ്ങനൊക്കെ പറഞ്ഞു മോനെ എനിക്ക് ജാതിയായി. അതിന്റെ മോളെ സീനത്ത് പറയണെങ്കിൽ രസം ഉണ്ടായിരുന്നു. ഇത് സീനത്തിന്റെ മോളല്ലേ ഇന്നിട്ട് മോനെ ജാതി ആയിട്ടാ വിഷമൊക്കെ ആയി. ഞാൻ ചായ കുടിച്ചിട്ട് പോകുന്നു. വടി കൊടുത്ത് അടി വാങ്ങിയത് വടിയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. എന്നിട്ട് നോക്കേ ഞാൻ എന്നിട്ട് വന്നിട്ടാ ഞാൻ മൂത്തമാരോട് പറഞ്ഞു, മൂത്തമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടായി കാര്യങ്ങള്, മൂത്തമ്മ ഇന്ന പെണ്ണ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മൂത്തമ്മ അറിയാതെ കുഞ്ഞാപ്പോ ഇച്ചെന്തിനാ മുണ്ടാക്കുന്നത്? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അങ്ങനെയാണ്. പെൺകുട്ടിയായാലും ചെക്കന്മാരായാലും പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു കാരണന്മാരെ അവിടെ വരുന്നെങ്കിൽ വേഗം ഔത്തുക്ക് ഓടി ഓടിക്കും. അത്ര ഇതൊന്നും നടക്കൂല കുഞ്ഞാപ്പോ, ഇച്ചെന്തിനാ പറയാൻ നിന്നുക. എന്നിട്ട് അമ്മായി ഒക്കെ മൂത്തമ്മ അങ്ങോട്ട് പോയി അമ്മായിന്റെ കൊടുത്തിട്ടാ വേറെ എന്തായാലും കാര്യത്തിന് പോയതാ. അപ്പൊ അമ്മായിനോട് മൂത്തമ്മ പറഞ്ഞു, അല്ല കുഞ്ഞാപ്പൂനെ എന്റെ മോള് എന്താണ് അടിക്കാനും ഓങ്ങി തച്ചി അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ തച്ചിന്നൊന്നും പറഞ്ഞില്ല. മൂത്തമ്മ കുറച്ചും കൂടി പുളി ഉപ്പും ഒക്കെ ചേർത്തേണ്ട പറഞ്ഞു കൊടുത്ത്. ഞാൻ തച്ചിക്കണ് കുഞ്ഞാപ്പൂന് എന്താണ് അമ്മായിന്റെ സിനത്തിന് മോളിൽ ഞാൻ തച്ചിക്കണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അപ്പൊ അത് കേട്ടപ്പോ അവർക്ക് എത്രാന്നായി. അയാൾക്ക് ദേഷ്യം പിടിച്ച് സീനത്തിനും ദേഷ്യം പിടിച്ച്. കാരണം ഞാൻ ഇതൊക്കെ എല്ലായിടത്തും പറഞ്ഞു നടക്കൂല വെച്ചിട്ട്. അപ്പൊ സീനത്തും അമ്മായിയും ഒക്കെ പറയത്രേ എന്നെ പറ്റിട്ട് പറയത്രേ മുത്തുമാനോട്, താത്താ ഇങ്ങക്ക് കുഞ്ഞാപ്പൂന് അറിയില്ലട്ടാ, കുഞ്ഞാപ്പു നിങ്ങളെ പറ്റി എന്തൊക്കെ പറഞ്ഞേക്കണ് ഇവിടെ. ഓൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണെങ്കിൽ നിങ്ങള് ചളി നോക്കിട്ട് ഓന്റെ കൊല്ലിക്ക് എറിയും. ചളി വാരി ഓന്റെ കൊല്ലിക്ക് എറിയും. ഓന് അത് പറഞ്ഞേക്കണ് ഇത് പറഞ്ഞേക്കണ്. ചെക്കനെ ഞങ്ങള് വിളിച്ചിട്ടൊന്നും ഇല്ല. ചെക്കന് നാണമില്ലാതെ ഇങ്ങോട്ട് വന്നതാണ്. നമ്മളെ ആൾക്കാരെ വിളിച്ചിട്ട് വന്നതാന്ന് അപ്പൊ അത് എന്നിട്ട് മൂത്തുമ്മ എന്നോടൊന്ന് പറഞ്ഞു, ഏടാ ഞാനിപ്പോ എന്താടാ അമ്മായിനോട് പറഞ്ഞത്, എന്താടാ ചളി വരികയെന്ന് ഞാൻ ഇജ്ജ് പറഞ്ഞത് കേട്ടപ്പോ പറഞ്ഞു. ഞാൻ പറഞ്ഞു മുത്തമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ അമ്മ അറിയിച്ച് അവിടെ പോയി ചോദിക്കണ്ട. ഇനിയിപ്പോ ഇവര് ചോദിച്ച വരച്ച് ചോദിക്കണ്ട. ഇജ്ജ് ഉള്ളത് പടച്ചോനോട് പറഞ്ഞാൽ മനസ്സിൽ വെക്ക. അങ്ങനെയെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പെണ്ണിന്റെ കുടുംബത്തിലുള്ള കല്യാണം, സീനത്തിന്റെ മോളെ കുടുംബത്തില് സീനത്തിന്റെ മോളെ കല്യാണല്ലേ. അപ്പൊ ഞങ്ങളോടൊക്കെ പറഞ്ഞു. അപ്പൊ വേറെ ഉള്ളവരാണെങ്കിൽ പിന്നെ പോവും കല്യാണത്തിന്. ഇല്ലല്ലോ, പോയത് എന്താ വേണ്ടിട്ട് ഇതൊക്കെ അവിടെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ആയിട്ടുണ്ടെങ്കില് ബിരിയാണി തിന്നാൻ പറ്റൂല. ബിരിയാണി മാത്രല്ല ഈ സീനത്തിന്റെ ഒക്കെ ബിരിയാണിന്ന് വിളിക്കും. തക്കാരം ഉണ്ടാവും. പണ്ട് തന്നെ വേറൊരു കുടുംബത്തിന്റെ പെണ്ണായിട്ട് ആണുങ്ങൾക്കുള്ള പരിപാടി ഇല്ലാന്നിട്ട് നാട്ടിലെ ആണുങ്ങളൊക്കെ വിളിച്ചിരിക്കണ്. എന്നെ കൊണ്ടേയില്ലല്ലോ. അതേമാതിരി ഇത് പറയില്ലേക്കാരോ. അപ്പൊ ഞാൻ പറയും ഉമ്മാനോട് നമ്മളൊന്നും പറയണ്ട, അമ്മയും പറയണ്ട, എന്നാലും കാര്യമൊന്നും
ഉമ്മ വന്നു ഇന്നലെ ഉമ്മ വന്നിട്ടില്ല ഇല്ലല്ലേ ആ ഇമ്മക്ക് തലവേദന അല്ല ഇപ്പൊ ഇവിടെ ആരൊക്കെ വന്നിക്കുന്ന അത് വർത്തമാനം കേൾക്കുന്നു എന്താണ് വല്യമ്മ മക്കളൊക്കെ ഉണ്ട് വന്നിട്ടില്ല നമ്മളെ കണ്ടിട്ടില്ലല്ലോ എന്നെ അന്നെ കണ്ടില്ല വർത്തമാനം കേൾക്കൂലേ വല്യമ്മ അങ്ങനെ ചെവി വെക്കൊന്നുമില്ല കണ്ണങ്ങനെ കാണില്ല ചെവി നല്ല ചെവിയാണ് ആരോഗ്യ വേറെ വർത്തമാനം മോനെ അപ്പൊ ഉമ്മ ഇവിടെ ഇല്ല ഉമ്മ പോകുമ്പോ പറഞ്ഞിരിക്കണു ഓരോന്ന് കിട്ടിയ ചൗരിയാണ് കത്തിക്കാനൊന്നും ഇല്ലടാ അപ്പൊ ഇജ്ജ് പറയും ഞാൻ അവിടുന്ന് വലിച്ചു കൊണ്ടിരുന്നില്ലേ അതാണ് ഞാൻ പറയാൻ പറയാഞ്ഞത് എല്ലാം പറഞ്ഞില്ലെങ്കിൽ അവിടുന്ന് വലിച്ചോണ്ടിരുന്നു വരാൻ വിചാരിക്കണ മുന്നേ പറഞ്ഞില്ലേ അത് വർഷക്കാലത്തിന് കത്തിക്കാനാണ് ഇത് വേനൽക്കാലത്ത് കത്തിക്കാനാണ് വേനൽക്കാലത്ത് കട കത്തിക്കാൻ മോനെ ഇവിടെ വെള്ളമൊക്കെ ആവും വർഷക്കാലത്ത് അപ്പൊ ഇപ്പൊ തന്നെ കത്തിച്ചേക്കാച്ചിട്ടാണ് അതിനാണ് കഴിഞ്ഞ എന്നിട്ട് ഇനി കൊണ്ടുവരാണ്ടടാ എന്നോട് ചോദിച്ചപ്പോ ഞാൻ വർത്താനം പറയാൻ നിന്നതല്ലേ ശരി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അല്ലേ മോനെ ഞാനൊന്നും കണ്ടില്ല എന്നിട്ടിപ്പോ ഓരോന്നിട്ട് ഓരോ ഒന്നായിട്ടാ അല്ല എന്നോട് പറഞ്ഞില്ല പോവില്ലെന്നൊക്കെ അതാ പറയാ കാരണം ഞാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ബിരിയാണി കിട്ടൂല പൊട്ട ഇപ്പൊ ഓര് അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞത് ഓര് അറിഞ്ഞിക്കാന്ന് അറിയില്ലട്ടാ എന്നാലും നാളെ കല്യാണം പറയാൻ വിളിച്ചിന്ന് ഓര് അപ്പൊ കുഞ്ഞാപ്പോ വരൂലേ വരില്ലട്ടാ ഇനി ഒന്നും പറയാനും നിക്കണ്ടട്ടാ ഉമ്മയോട് പറഞ്ഞു ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല പഠിച്ചോനല്ലേ ഏറ്റവും വലുത് നമ്മളൊരു തൊറ്റും ചോദിച്ചിട്ടല്ലോ എന്തായാലും പഠിച്ച റഹ്മാനായ തമ്പുരാനെ ഞങ്ങളെ പറ്റി പറയണതും ഞങ്ങളെ പറ്റി കുറ്റം പറഞ്ഞവർക്ക് റബ്ബേ പുറത്ത് കൊടുക്കണം റബ്ബേ കാരണം അവർക്കൊന്നും ശിക്ഷ കൊടുക്കരുത് നമ്മളായിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കണ്ട അങ്ങനെ വേണം അങ്ങനെ പറയാവുള്ളൂ അല്ല അവിടെ ഇപ്പൊ എന്താ ഒച്ചപ്പെടുണ്ടല്ലോ അത് ഉമ്മട് പോയതല്ലേ അപ്പൊ ഇപ്പൊ വരും വലിയ വെള്ളമല്ലേ ഉമ്മാക്ക് മോനെ ഇവിടെ തന്നെ നിന്നിങ്ങനെ പെരയത്തെ പണിയെടുക്കണോ അവിടുത്തെ പണിയെടുക്കണോ ഒന്ന് സഹായിച്ചതാണ് എല്ലാരും പറയും കുഞ്ഞാപ്പോ ഒരു പണിയെടുക്കില്ലാന്ന് പറയേ എന്നാ ഞാൻ പോട്ടെ ഇനി വെറുതെ കൊണ്ടുവരാണ്ട് ഭർത്താനും പറഞ്ഞിട്ടുണ്ടെങ്കിലേ പണി നടക്കൂലടാ എന്നാ ഞാനിപ്പോ ഇത് കേട്ടിട്ട് വന്നാണ് ഇന്നലെ ഞാൻ വിളിച്ചിട്ട് മൂട്ടിയില്ല ഞാനുണ്ടായി അതല്ല നേരെ വൈകി ഇനി കല്യാണക്കാർക്ക് ചോറ് തന്നിട്ടില്ലെങ്കിൽ അങ്ങനെ വണ്ടിയല്ലേ എന്നാ പോയിക്കോട്ടെ